നമസ്കാരം. റഷ്യയുടെ മിസൈലുകൾ ബ്രിട്ടനെയും ഫ്രാൻസിനെയും തകർക്കും. ബ്രിട്ടനും ഫ്രാൻസിനും റഷ്യയുടെ വക ആക്രമണം. ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ കേട്ട മുന്നറിയിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്നത്. ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുന്നതിനെതിരെ മാത്രമല്ല റഷ്യ പ്രതികരിക്കുന്നത്. ഉക്രൈനിൽ ദീർഘദൂര ആക്രമണശേഷി വളർത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ അത് പാശ്ചാത്യ രാജ്യങ്ങൾ കൈമാറുന്നതാണ് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടൻ ഉക്രൈന് ഈ സ്റ്റോം ഷാഡോ പോലുള്ള ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കാനുള്ള നീക്കം നടത്തുന്നത് യുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിയേക്കുമെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ബ്രിട്ടനെയും ഫ്രാൻസിനെയും ലക്ഷ്യമുള്ള കടുത്ത മുന്നറിയിപ്പാണ് റഷ്യ ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ഈ മുന്നറിയിപ്പിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ശരിക്കും റഷ്യ പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണോ, അതോ ഉക്രൈനുള്ള പാശ്ചാത്യ പിന്തുണ, ആ പിന്തുണയെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു തന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദമാണോ ഇത് എന്നാണ് ചോദ്യം. അപ്പോൾ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാറോവയുടെ പ്രസ്താവനയാണ് ഈ ആശങ്കകൾക്ക് കൂടുതൽ ശക്തി നൽകിയത്. അതായത് ബ്രിട്ടനും ഫ്രാൻസും സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ യുക്രൈൻ്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നുവെന്നതാണ് റഷ്യയുടെ വാദം. പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് സഖാറോവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉക്രൈൻ അകത്തുള്ള ലക്ഷ്യങ്ങൾ മാത്രമല്ല അതിനപ്പുറത്തുള്ള സൈനിക സൗകര്യങ്ങളെയും ലക്ഷ്യമിടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് റഷ്യ സൂചന നൽകുന്നതെന്നാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സംഭവ വികാസത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. ഈ സ്റ്റോം ഷാഡോ വിഷയമാണ് ഈ തർക്കത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടനും ഫ്രാൻസും വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ക്രൂയിസ് മിസൈൽ സംവിധാനമാണ് ഈ സ്റ്റോം ഷാഡോ. യുദ്ധഭൂമിയിലെ സാധാരണ മുൻനിര ലക്ഷ്യങ്ങളെക്കാൾ ഏറെ ദൂരെയുള്ള സൈനിക കേന്ദ്രങ്ങൾ, കമാൻഡ് സംവിധാനങ്ങൾ, ആയുധ സംഭരണശാലകൾ തുടങ്ങിയവയെ ആക്രമിക്കാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഇത്തരം ആയുധങ്ങളുടെ ഒരു വിതരണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തം നിർണായകമായിരുന്നു. എന്നാൽ ഉക്രൈന് തന്നെ ഇത്തരം മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള സാങ്കേതിക വിദ്യയും ശേഷിയുമൊക്കെ ലഭിച്ചാൽ സാഹചര്യം കംപ്ലീറ്റ് മാറും. അപ്പോൾ ഇത് വെറും കൂടുതൽ മിസൈലുകൾ ലഭിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, യുദ്ധത്തിന് ആവശ്യമായുള്ള ആയുധങ്ങൾക്കായിട്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ വിതരണ ശൃംഖലയെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയുകയാണ് എന്നുള്ളതാണ്. അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ റഷ്യൻ പ്രദേശത്തിനകത്തുള്ള കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുവാനുള്ള ഉക്രൈൻ്റെ ശേഷിയും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മോസ്കോ ഇതിനെ ഉക്രൈന് ആയുധം നൽകുന്ന മറ്റൊരു നടപടിയായി മാത്രം കാണുന്നില്ല. യുദ്ധത്തിൻ്റെ ആക്രമണശേഷി തന്നെ യുക്രൈൻ്റെ കൈകളിൽ കൂടുതൽ സ്വതന്ത്രമായി എത്തിക്കുന്ന നീക്കമായിട്ട് തന്നെയാണ് റഷ്യ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് റഷ്യയുടെ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം. ഉക്രൈന് ആയുധങ്ങൾ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് മോസ്കോ നൽകുന്നത്. യുക്രൈനിലേക്ക് ആയുധം അയക്കുന്നത് ഒരു കാര്യമാണ് എങ്കിൽ ഉക്രൈനിൽ ആ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ നൽകുന്നത് മറ്റൊരു തലത്തിലുള്ള ഇടപെടലാണ് എന്നാണ് റഷ്യയുടെ നിലപാട്. അതിനാൽ തന്നെ ബ്രിട്ടൻ്റെ നീക്കം ഒരു റെഡ് ലൈൻ കടക്കുന്നതായിട്ട് റഷ്യ കാണുന്നുണ്ടോ എന്ന ചോദ്യവും വരുന്നുണ്ട്. അതേസമയം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ നിലപാട് റഷ്യയുടെ ആരോപണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു വാദം. ഉക്രൈനിന് കൂടുതൽ സ്വയം പര്യാപ്തമായിട്ടുള്ള പ്രതിരോധശേഷി നൽകുന്നതിലൂടെ റഷ്യയുടെ ആക്രമണത്തെ ചെറുക്കാനും ഭാവിയിൽ ഒരു ശക്തമായിട്ടുള്ള ചർച്ച നിലപാട് കൈവരിക്കുവാനും കഴിയുമെന്നാണ് ഈ സമീപനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ റഷ്യയുടെ കാഴ്ചപ്പാടിൽ ദീർഘദൂര ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നത് യുദ്ധത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിധി വികസിപ്പിക്കുന്ന നടപടിയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു സംഭവ വികാസവും ശ്രദ്ധ നേടുന്നുണ്ട്. അത് ഈ അമേരിക്കൻ രഹസ്യാന്വേഷണ മേധാവി ജോൺ റാഡ്ക്ലിഫ് ഈ റഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണത്. അതായത് റഷ്യ നാറ്റോയിലെ ഒരു അംഗരാജ്യത്തിനെതിരെ പരിമിതമായിട്ടുള്ള സൈനിക നടപടിയിലൂടെ സഖ്യത്തിൻ്റെ പ്രതികരണശേഷി പരീക്ഷിക്കാൻ ശ്രമിച്ചേക്കാമെന്ന വിലയിരുത്തലുകളെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ റഷ്യൻ ഭാഗത്തോട് മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരമൊരു നീക്കം ഈ സൈബർ ആക്രമണം പോലുള്ള പരോക്ഷ നടപടികളിൽ നിന്നൊരു ചെറിയ സൈനിക കടന്നുകയറ്റം വരെയുള്ള വിവിധ രൂപങ്ങൾ സ്വീകരിക്കാമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ക്രെംലിൻ വക്താവായിട്ടുള്ള ദിമിത്രി പെസ്കോവ് റഷ്യ നാറ്റോയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെ ഭയപ്പെടുത്തുന്ന കഥകൾ എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചത്. റഷ്യൻ ഫെഡറേഷൻ്റെ ഉദ്ദേശങ്ങളുമായിട്ട് അത്തരം റിപ്പോർട്ടുകൾക്ക് ബന്ധമില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ മറുവശത്ത് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വഷളാക്കുന്നത് എന്ന് ആരോപിക്കുന്ന അസാധാരണമായിട്ട് ഒരു പരസ്പര കുറ്റപ്പെടുത്തൽ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും അപകടകരമായിട്ടുള്ള വശം ഉക്രൈൻ യുദ്ധം ക്രമേണ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൻ്റെ പരിധി കടന്നു പോകാനുള്ള സാധ്യതയാണ്. ഉക്രൈന് പാശ്ചാത്യ ആയുധങ്ങൾ ലഭിക്കുന്നത് യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ തുടരുന്ന കാര്യമാണ്. എന്നാൽ ദീർഘദൂര ആക്രമണ സംവിധാനങ്ങളുടെ നിർമ്മാണശേഷി എന്ന് പറയപ്പെടുന്ന ലക്ഷ്യനിർണ്ണയശേഷി, സാങ്കേതിക സഹായം എന്നിവ കൂടുതൽ ആഴത്തിൽ കൈമാറുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തെ റഷ്യ എങ്ങനെ നിർവചിക്കും എന്നതാണ് നിർണായകം. അപ്പോൾ ഇവിടെ നേരിട്ടുള്ള യുദ്ധപങ്കാളിത്തം എന്നതിൻ്റെ പരിധിയും
വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ആയുധം നൽകുന്നത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതാണോ? ആ ആയുധം ഉപയോഗിക്കാൻ പരിശീലനം നൽകുന്നതാണോ? അതിൻ്റെ സാങ്കേതിക പരിപാലനം നടത്തുന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ, അതോ ആയുധം തന്നെ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ കൈമാറുന്നതാണോ ഇത്തരത്തിലുള്ള രീതി എന്നുള്ളതാണ്. ഓരോ ഘട്ടവും റഷ്യ വ്യത്യസ്തമായിട്ട് വിലയിരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് നീക്കം സൈനികമായിട്ട് മാത്രമല്ല തന്ത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ശ്രദ്ധേയമാകുന്നു എന്നുള്ളതാണ്. റഷ്യയുടെ പ്രതികരണത്തെ വിലയിരുത്തുമ്പോൾ മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മോസ്കോ മുമ്പും പാശ്ചാത്യ ആയുധ സഹായത്തിനെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആണവായുധങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും റഷ്യ കടുത്ത ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു റഷ്യൻ ഭീഷണിയും ഉടൻ തന്നെ സൈനിക നടപടിയുമായിട്ട് മാറുമെന്ന് കരുതുന്നത് ശരിയല്ല. റഷ്യ അങ്ങനെ പലപ്പോഴും ഭീഷണികൾ പെടുത്താറുണ്ട്, പക്ഷേ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകാറില്ല. പക്ഷേ അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകളെ പൂർണ്ണമായിട്ടും അവഗണിക്കാനും കഴിയില്ല. കാരണം യുദ്ധം നീണ്ടു നിൽക്കുന്നതിനനുസരിച്ച് ആയുധങ്ങളുടെ ദൂരപരിധിയും ആക്രമണശേഷിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, റഷ്യ എവിടെയാണ് തിരിച്ചടിക്കാൻ സാധ്യത കാണുന്നത്? അപ്പോൾ യുക്രൈനിലെ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നതാണ് ഏറ്റവും നേരിട്ടുള്ള സാധ്യത. എന്നാൽ ബ്രിട്ടനോ ഫ്രാൻസോ പോലുള്ള നാറ്റോ അംഗരാജ്യങ്ങളുടെ സൈനിക സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്ന സാഹചര്യം അത് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ പ്രതിസന്ധിയിലേക്ക് നയിക്കും. അത്തരമൊരു ആക്രമണം നടന്നാൽ അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പരിധി കടന്ന് നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ സാധ്യത ഉയർത്തും. അതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സംഭവവികാസത്തെ റഷ്യ ബ്രിട്ടനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്ന ലളിതമായിട്ടുള്ള തലക്കെട്ടിൽ മാത്രം കാണുന്നത് തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് പരസ്പരം പരീക്ഷിക്കുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദഘട്ടമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈൻ്റെ സൈനിക ശേഷി ഉയർത്താൻ എത്രത്തോളം തയ്യാറാണ് എന്നത് പരിശോധിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് റഷ്യ എത്രത്തോളം അപകട സാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നത് പരിശോധിക്കപ്പെടുകയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം അതിനാൽ മുൻനിരയിലെ പോരാട്ടങ്ങളിൽ മാത്രം തീരുമാനിക്കപ്പെടില്ല. ഉക്രൈൻ്റെ ആഭ്യന്തര ആയുധ നിർമ്മാണ ശേഷി, ദീർഘദൂര മിസൈൽ സാങ്കേതികവിദ്യ, റഷ്യയുടെ പ്രതികരണ രീതി, നാറ്റോയുടെ പ്രതിരോധ നയം, ഒപ്പം മോസ്കോയും പാശ്ചാത്യ തലസ്ഥാനങ്ങളും തമ്മിലുള്ള രഹസ്യ നയതന്ത്രം, ഇവയെല്ലാം ഒരുമിച്ച് യുദ്ധത്തിൻ്റെ ദിശ നിർണ്ണയിക്കുമെന്ന് തന്നെ പറയാം. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സംഭവവികാസം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഉക്രൈന് കൂടുതൽ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ നൽകുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന ശക്തമായിട്ടുള്ള പ്രതിരോധമാണോ, അതോ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ലോകത്തെ കൂടുതൽ അടുപ്പിക്കുന്ന അപകടകരമായിട്ടുള്ള നീക്കമാണോ? അപ്പോൾ സ്റ്റോം ഷാഡോ സാങ്കേതിക വിദ്യയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ തർക്കം ഈ ചോദ്യത്തിന് എപ്പോഴും വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ഉക്രൈൻ യുദ്ധം ഇനി വെറും ഉക്രൈൻ മണ്ണിൽ നടക്കുന്ന യുദ്ധമായി മാത്രം കാണാനാകാത്ത തരത്തിലേക്ക് അതിൻ്റെ തന്ത്രപരമായിട്ടുള്ള പരിധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ മിസൈലുകൾ ബ്രിട്ടനെയും ഫ്രാൻസിനെയും അടക്കം തകർത്ത് തരിപ്പണമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ലോകം ഞെട്ടുന്നത്. ബ്രിട്ടനും ഫ്രാൻസിനും റഷ്യയുടെ വക ആക്രമണ ഭീഷണി ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ലോകം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.